പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വിയറ്റ്നാം എയർലി പ്ലാവിനെ കുറിച്ചാണ് പറയുന്നത്. നമ്മളുടെ ചക്കയൊക്കെ ഇടിയൻ ചക്കകൾ നമ്മൾ കുറച്ച് ഇട്ടിരുന്നു. ഇപ്പോൾ മൂത്ത ചക്കകളുണ്ട്. ഒരു ചക്ക നന്നായിട്ട് മൂത്ത് പഴുത്തു, പകുതി തിന്നുപോയി. അതിൻ്റെ മുകളിലേക്ക് വേറൊരു ചക്കയും കൂടി ഉണ്ട്. അപ്പോൾ ആ രണ്ട് ചക്കയും നമ്മൾ ഇടാൻ പോവാണ്. അപ്പോൾ ഈ ചക്ക നമ്മൾ ഈ വിയറ്റ്നാം എയർലിയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല മഴയൊക്കെ വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ എണ്ണൊക്കെ കയറ്റി കൊടുത്തിട്ടില്ല ഈ പെട്ടെന്ന് ഉണങ്ങിപ്പോകാനുള്ള സാധ്യതയുള്ള ഒരു പ്ലാവിനാണ് വിയറ്റ്നാം എയർലി. എപ്പോഴും അസുഖങ്ങൾ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ നല്ല രീതിയിൽ പരിചരണം കൊടുക്കണം, എന്നാൽ മാത്രമേ രക്ഷപ്പെട്ടു വരുള്ളൂ. നമ്മളുടെ കുറച്ച് പ്ലാവുകളുടെയൊക്കെ ഇലകളും ഇതൊക്കെ കഴിഞ്ഞ മഴയത്തൊക്കെ പോയി ആകെ ശോഷിച്ചു പോയി മരം. അവിടെ നിൽക്കുന്ന ചെറിയ പ്ലാവായിപ്പോയി, അതിൻ്റെ കൊമ്പുകളൊക്കെ ഉണങ്ങിപ്പോയിരുന്നു. ഇപ്പോൾ രക്ഷപ്പെട്ടു പോന്നു. എന്നിരുന്നാലും നമ്മൾ ആ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. വിയറ്റ്നാം എയർലിയുടെ ഒരു പ്രത്യേകത, നമുക്ക് ജാനുവരി മാസമൊക്കെ തന്നെ നമുക്ക് നല്ല മൂത്ത ചക്കയും പഴുത്ത ചക്കയൊക്കെ കിട്ടും. ഇപ്പം ഇതിൻ്റെ മുകളിൽ ഒന്ന് രണ്ട് മൂത്ത ചക്ക ഒരെണ്ണം പഴുത്തുണ്ടായിരുന്നു, പക്ഷെ അത് എന്തോ പകുതി കടിച്ച് തിന്നിട്ടുണ്ട്. അപ്പോൾ ആ ചക്ക നമുക്ക് താഴേക്ക് ഇടാം. അപ്പോൾ ഇതിന് നമ്മൾ പ്രധാനമായിട്ടും കോഴിവളം ആണ് ഇട്ട് കൊടുക്കുന്നത്. നമുക്ക് കാലിവളമൊക്കെ ഇട്ട് കൊടുക്കാം. നമ്മളുടെ വിയറ്റ്നാം എയർലി പകുതി കടിച്ചു പോയി, കടിക്കാത്തതുകൊണ്ട് അവിടെ പച്ചയും കിടക്കുന്നു. പച്ചച്ചക്ക ഇതും വലിയ താമസമില്ലാതെ പഴുത്തു വരും. ഇത് ഒരൊറ്റ ഇതിൽ കിടന്നിരുന്നതാണ്, ഒറ്റ ഞെട്ടി തന്നെ 2 കിടന്നിരുന്നതാണ്. റേറ്റ് ഉണ്ട്, ഒരു 5-8 കിലോ ഉണ്ടെന്ന് തോന്നുന്നു. അത്യാവശ്യം നല്ല ചക്കയാണ്. അപ്പോൾ നമ്മൾ വേറൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, നമ്മളുടെ വിയറ്റ്നാം എയർലി പ്ലാവുകളിൽ നിറച്ച് ചക്കകളുണ്ടാവും. അപ്പോൾ ഒരു പ്രാവശ്യം ചക്കകൾ കൂടി കഴിയുമ്പോൾ തന്നെ നമ്മളുടെ ഇടിയൻ ചക്കകളെല്ലാം ഒരു 3-4 ചക്ക ഉണ്ടെങ്കിൽ അതിൽ 2 ചക്കയെങ്കിലും നിർത്തിയിട്ട് ബാക്കിയുള്ളതൊക്കെ ഇടിയൻ ചക്കയ്ക്ക് എടുക്കണം. ഒരു കൊലയിൽ ഒരു തണ്ടിലുള്ള 2 ചക്ക മാക്സിമം നിർത്താൻ പാടുള്ളൂ വലിയ ചക്കയാവാനായിട്ട്. അല്ലെങ്കിൽ ഉള്ള പ്രശ്നം ഈ മരം നമ്മൾ ഉണങ്ങിപ്പോകുന്നത്. വിയറ്റ്നാം എയർലിക്ക് പല സ്ഥലത്തും കാണുന്ന ഒരു പ്രശ്നമാണ്, നമ്മൾ കൂടുതൽ ചക്ക ഉണ്ടാവും, പക്ഷെ അത് ഫുള്ള് നിർത്തി കഴിഞ്ഞാൽ ആ മരം അങ്ങനെ തന്നെ ഉണങ്ങിപ്പോകും. അപ്പോൾ അങ്ങനെ ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കരുത്. നമ്മൾ ഇടയ്ക്ക് ഇടിയൻ ചക്കകൾ ഇട്ട് ഉപയോഗിക്കണം, അല്ലെങ്കിൽ കൊടുക്കാം. നമുക്ക് ഈ സമയത്തൊക്കെ നല്ല വിലയുണ്ട്. ഇപ്പോൾ ഈ ഒരു ചക്കയ്ക്കൊക്കെ 10-500 രൂപയൊക്കെ റേറ്റ് കിട്ടും. ഈ ചക്കയ്ക്ക് 50-40 പുറത്തേക്ക് എക്സ്പോർട്ട് ഉണ്ട്. അപ്പോൾ അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ കിട്ടും. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ചെറിയൊരു വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. പുതിയൊരു വീഡിയോ വരുമ്പോൾ ബൈ.